വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ LDF സർക്കാർ 4 വർഷമായി നയാ പൈസ പോലും ചെലവാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ മലയോര സമരയാത്രയുടെ കോതമംഗലത്തെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബഡ്ജറ്റിൽ വെച്ച പണം ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. 1000-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു, 8000-ലധികം പേർ ഗുരുതരമായ പരിക്ക്, കോടിക്കണക്കിന് രൂപയുടെ കൃഷി കൂടിപ്പോയി. ഒന്ന് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുക. എത്ര ഏലത്തോട്ടങ്ങളാണ്, തേയിലത്തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത്. എത്ര പേരാണ് കൃഷിയിൽ നിന്ന് പിന്മാറുന്നത്? എന്താ സ്ഥിതി? വളത്തിന് വില കൂടി, കീടനാശിനിക്ക് വില കൂടി, ഉൽപ്പന്നത്തിന് വിലയില്ല, അല്ലേ? കാട് പിടിക്കിടക്കുകയാണ് കൃഷി സ്ഥലങ്ങൾ. പണ്ട് മലയോരത്ത് വന്നാൽ ചേമ്പും ചേനയും കപ്പയും, ഇപ്പൊ നട്ടാൽ മുഴുവനെയും പന്നി മുഴുവൻ നശിപ്പിച്ചു കളയും. മലയോരത്തിപ്പോ കിഴങ്ങ് കൃഷി ഇല്ല. കുരങ്ങ വന്ന് നാളികേരം മഞ്ഞങ്ങ പരുവത്തിലിട്ടുകൊണ്ട് പോകും, ആന വന്ന് മുഴുവൻ നശിപ്പിക്കും. ഞങ്ങളിത് ആതിരപ്പള്ളിയിൽ പോയപ്പോൾ ഒരു കുടുംബത്തിൽ പറഞ്ഞു, പ്ലാവ് മുഴുവൻ പറമ്പിൽ നിന്ന് വെട്ടി മാറ്റി. കാരണം പ്ലാവ് വെച്ചാൽ ചക്ക ഉണ്ടായാൽ ആന വരും. വാഴ കൃഷിയില്ല. സുധീൻ കുര്യാക്കോസ് ഉൾപ്പെടെ UDF-ന്റെ 18 MPമാരും വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഒറ്റക്കെട്ടായി പോരാ UDF തീരുമാനം. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്, പുറത്തും പോരാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് നമുക്കിത് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം. ഈ ജാഥ നടത്തുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ്. ഞങ്ങൾ പറയുന്ന സന്ദേശം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ സർക്കാർ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇത് താഴെ പോവാറായി. സമയം അവസാന സമയമായി. കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരിഗണന മലയോരത്തെ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, കർഷകരുടെ സങ്കടങ്ങളായിരിക്കും. അത് പരിഹരിക്കാനുള്ള നിലപാടായിരിക്കും. നമ്മൾ എന്തു ചെയ്യുമെന്ന്, UDF എന്തു ചെയ്യും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അത് കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ആ വാക്ക് തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മലയോര സമരയാത്ര കോതമംഗലത്ത് എത്തിച്ചേർന്നത്. UDF പ്രവർത്തകരും വിദ്യാർത്ഥി യുവജന സംഘടനകളും യാത്രയ്ക്ക് സ്വീകരണം നൽകി. PJ ജോസഫ് MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏതായാലും വളരെ മാരകമായ ഒരു നിയമം, വനഭേദഗതി നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് പിൻവലിച്ചതെന്ന് ഞാൻ കരുതുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. വെള്ളം വേണം, തീറ്റ വേണം. അത് വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഫെൻസിങ് ഉണ്ടാക്കും. ഓരോ സ്ഥലത്തെയും പ്രത്യേകത നടപ്പാക്കി ചിലർക്ക് ട്രെഞ്ചുകൾ ആവശ്യമായിട്ടുണ്ട്. ജനങ്ങളെ സംരക്ഷിക്കുവാൻ
അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്വാഗത സംഘം ചെയർമാൻ ഷിബു തെക്കുംപുറം യോഗത്തിൽ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ MS എൽദോസ് സ്വാഗതം പറഞ്ഞു. UDF കൺവീനർ MM ഹസൻ, TJ വിനോദ് MLA, അൻവർ സാദത്ത് MLA, അനൂപ് ജേക്കബ് MLA, ജെയ്സൺ ജോസഫ്, KP ധനപാലൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, സക്കീർ ഹുസൈൻ, മാത്യു കുഴൽനാടൻ MLA, മോൻസ് ജോസഫ് MLA, ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡൊമിനിക് പ്രസന്റേഷൻ, AN രാജൻ ബാബു, TU കുരുവിള, VP സജീന്ദ്രൻ, ജോസഫ് വാഴക്കൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ പരാജയപ്പെട്ടു, മോഡിയുടെ സർക്കാർ. പക്ഷേ അന്ന് ശിവൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് PJ ജോസഫും അനൂപ് ജേക്കബും ഒക്കെ ഉൾക്കൊണ്ട അന്നത്തെ UDF സർക്കാർ കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.